ഏറ്റുമാനൂരിൽ ശനിയാഴ്ച ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമായി. ശബരിമല തീർത്ഥാടകരുടെയും ദീർഘദൂര യാത്രക്കാരുടെയും വാഹനങ്ങൾ നിരത്തിലിറങ്ങിയതോടെ പ്രധാന ജംഗ്ഷനുകളിലും നിരത്തുകളിലും മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. പട്ടിത്താനം മണർകാട് ബൈപ്പാസ് ജംഗ്ഷനിലെ പാറകണ്ടം ജംഗ്ഷനിൽ വാഹനങ്ങൾക്ക് കടന്നു പോകുവാൻ കഴിയാതെ റോഡ് ഗതാഗതം നിശ്ചലമായതോടെയാണ് പാറകണ്ടം ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന അനിൽകുമാർ ഗതാഗത നിയന്ത്രണത്തിന് സ്വയം മുന്നിട്ടിറങ്ങിയത്. ഇതേ തുടർന്ന് ഭാഗികമായെങ്കിലും വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞു. ഇതൊന്ന് നേരെ ഒരു 9-9 തുടങ്ങിയ പരിപാടിയാ. അതിപ്പോ ഇതുവരെ നിന്നിട്ട് ഇവിടെ നല്ല ഏറ്റുമാനൂർ മൊത്തം സ്ഥലങ്ങളും ബ്ലോക്കാ, എല്ലാ സ്ഥലത്തും ബ്ലോക്കാ. ഇത് മിക്കവാറും വൈകുന്നേരം വരെ നിൽക്കുന്നതാ തോന്നുന്നു. നമ്മളിവിടെ കിടന്ന് ഓട്ടോ വരും, ഞങ്ങൾക്ക് ഓട്ടോ പോലും ഓടിക്കാൻ പറ്റില്ല. എന്നാ ശരിയാ, രാവിലെ തൊട്ട് ഇതാ സ്ഥിതി. ഇത് ഈ ശനിയാഴ്ച ദിവസം എല്ലാം വണ്ടി ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല. എന്നാ ചെയ്യാൻ പറ്റും? അനിൽകുമാർ വാഹനങ്ങൾ നിയന്ത്രിക്കുവാൻ നിരത്തിലിറങ്ങിയതിനെ തുടർന്നാണ് ഭാഗികമായെങ്കിലും ഈ ഭാഗത്ത് വാഹനങ്ങൾക്ക് കടന്നു പോകുവാൻ കഴിഞ്ഞത്. ഇതിനിടയിൽ ആംബുലൻസുകളും മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഗതാഗതക്കുരുക്കിൽ കുരുങ്ങുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം സഹായകമായത് അനിൽകുമാറിന്റെ സന്ദർഭോചിതമായ ഇടപെടലാണ്. അനിൽകുമാർ പാറകണ്ടം ജംഗ്ഷനിലാണ് വർഷങ്ങളായി ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. AR രവീന്ദ്രൻ, സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.